നമസ്കാരം. സുകുമാരൻ നായർക്കെതിരെയും വെള്ളാപ്പള്ളി നടേശനെതിരെയും മുസ്ലിം ലീഗിൻ്റെ മുദ്രാവാക്യങ്ങൾ, പ്രകടനങ്ങൾ. സുകുമാരൻ നായരെ മൂരാച്ചി, വെള്ളാപ്പള്ളി നടേശ മൂരാച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു തെരുവിൽ അവർ പ്രകടനം നടത്തിയത്. ഇനി 5 കൊല്ലക്കാലം ലീഗിൻ്റെ നിയമമായിരിക്കും കേരളത്തിൽ. ലീഗ് ഭരിച്ചോളാം, ബാക്കിയുള്ള ആൾക്കാർ മൂലയ്ക്കൊതുങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞൊക്കെ ആണ് അവരുടെ ഒരു പ്രകടനമുണ്ടായിരുന്നത്. അതായത് കേരളത്തിൽ കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു പ്രകടനമുണ്ടായിരുന്നു. 21-ൽ ഊരിയ വാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല. അതേ ഒരു പ്രകടനത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനമാണ് എന്ന് തോന്നിക്കുന്ന രീതിയിലായിരുന്നു വെള്ളാപ്പള്ളി നടേശനെതിരെയും സുകുമാരൻ നായർക്കെതിരെയും മുസ്ലിം ലീഗിൻ്റെ പ്രകടനം. വി.ഡി. സതീശൻ്റെ മുഖ്യമന്ത്രി പദത്തിന് പിന്നിൽ ലീഗാണ് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്, വി.ഡി. സതീശനിലൂടെ ലീഗ് കേരളം ഭരിക്കും എന്നാണ് അവർ പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുമായും ലീഗുമായും വളരെ അടുത്ത നല്ല ബന്ധമാണ് വി.ഡി. സതീശനുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയെ കോൺഗ്രസിലേക്ക് അടുപ്പിച്ചതും വി.ഡി. സതീശൻ്റെ ബുദ്ധിയാണ്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ രീതിയിലുള്ള വർഗീയമായ പരാമർശങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനിടയിൽ പോലും ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിന് മുന്നേയും അത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ ഷാജി അടക്കമുള്ള KM ഷാജി അടക്കമുള്ള നേതാക്കന്മാരിൽ ഉണ്ടായിരുന്നു. ഷാജി പറഞ്ഞിരുന്നത്, കഴിഞ്ഞ 9 കൊല്ലക്കാലം ഈ തെരഞ്ഞെടുപ്പിൽ ഭരണത്തിൽ നിന്ന് വിട്ടുമാറി നിന്നതുകൊണ്ട് തന്നെ സമുദായത്തിന് ഒട്ടനവധി നേട്ടങ്ങൾ നഷ്ടമായി. ആ സമുദായത്തിന് കാര്യം വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടാണ് UDF അധികാരത്തിൽ വരുന്നത് എന്നാണ് KM ഷാജി പറഞ്ഞത്. അതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. മതമാണ് പ്രശ്നം എന്നാവർത്തിച്ച് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ അധികാര പ്രകടനങ്ങളാകുമോ ഇനിയുള്ള കാലം എന്നതാണ് പ്രധാനമായും ഈ വൃത്തങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു സംശയം ഉയരുന്നത്. കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ നിന്ന് സാമൂഹിക നിരീക്ഷകരടക്കം ഇതിനെ വലിയ രീതിയിലുള്ള ഒരു അപകടമായിട്ടാണ് കാണുന്നത്. മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ജനാധിപത്യ ഭരണമായിരിക്കും കേരളത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് വി.ഡി. സതീശൻ കയറി വന്നതെങ്കിലും ഇപ്പോൾ അടിമുടി വളരെ ചരിഞ്ഞും താണും നേരെ മുസ്ലിം ലീഗിൻ്റെ പക്ഷത്തേക്ക് പോകുകയാണോ സതീശൻ എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കാരണം അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ലീഗ് ഉയർത്തിപ്പിടിച്ച വഴിയെ കോൺഗ്രസ് നടന്നു നീങ്ങിയിരിക്കുന്നു. ഒരു കാലത്ത് ലീഗിനെ ചത്ത കുതിര എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച നെഹ്റുവിന് മറുപടി ഒരുക്കുകയാണ് ലീഗിൻ്റെ തൊപ്പി ഊരി എന്ന ഒരു കാലത്ത് അഭിമാനം കൊണ്ടിരുന്ന കോൺഗ്രസിൻ്റെ അടുത്ത് ഇപ്പോഴിതാ ലീഗിൻ്റെ കാൽ കീഴിലേക്ക് തലയും കൊണ്ട് തിരികെ വച്ചിരിക്കുകയാണ്. കാൽ തൊട്ട് വണങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്നത്. ലീഗിൻ്റെ കാൽ കീഴിലേക്ക് തല എത്തിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. അതായത് ലീഗിനെ കാൽ തൊട്ട് വണങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇതൊട്ടും കേരളത്തിൻ്റെ സംസ്കൃതിക്കോ കേരളത്തിൻ്റെ സാംസ്കാരികമായ മുന്നേറ്റത്തിൻ്റെയോ അല്ലെങ്കിൽ നയപരമായിട്ടുള്ള മുന്നേറ്റത്തിനോ ഒരിക്കലും ഗുണകരമായ കാര്യമേ അല്ല. കുറച്ച് കാലങ്ങൾക്ക് മുന്നേ 5ാം മന്ത്രി പദമായിരുന്നു ലീഗ് അന്ന് ആവശ്യപ്പെട്ടതെങ്കിൽ അന്ന് തന്നെ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ലീഗ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചെടുക്കുവാൻ പോകുന്നു. പഴയ ലീഗല്ല ഇപ്പോഴത്തെ ലീഗിനകത്ത് SDP വളരെ ശക്തമാണ്. ലീഗിനകത്ത് വളരെ വലിയ ഫ്രിഞ്ച് മതശക്തികൾ വളരെയധികം ശക്തമാണ്. അതുകൊണ്ട് തന്നെ ലീഗ് പഴയ ലീഗല്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ഇതിപ്പോഴല്ല, ഏകദേശം 2016-കളിൽ തന്നെ 16-ഉം 17-ലും ഒക്കെ ലീഗിൻ്റെ സ്വഭാവം ഈ തരത്തിലായിരുന്നു. അന്ന് 5ാം മന്ത്രി പദമൊക്കെ ആവശ്യപ്പെടുന്ന ലീഗ് 2016 കാലഘട്ടത്തിലാണ്, 15-16 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നുണ്ട് ലീഗ് 5ാം മന്ത്രി പദം ആവശ്യപ്പെടുന്നത്. ഈ 5ാം മന്ത്രി പദം ആവശ്യപ്പെടുന്ന സമയത്തൊക്കെ ലീഗിൻ്റെ ഒരു സ്വഭാവം ഒരു തികഞ്ഞ വളരെ വലിയ രീതിയിലുള്ളൊരു വർഗീയ ശക്തി എന്ന നിലയിൽ തന്നെ ആയിരുന്നു അന്ന് ലീഗ് സംസാരിച്ചതും അവരുടെ പ്രകടനങ്ങളും ആ തരത്തിൽ തന്നെയായിരുന്നു. അതേ ലീഗിൻ്റെ മറ്റൊരു മുഖമാണ് ഇപ്പോൾ കാണുന്നത്. ഒരുപക്ഷെ അതിനേക്കാൾ വലിയ കൂടിയ വർഗീയ വിഷം വമിപ്പിക്കുന്ന രീതിയിൽ, വിഷം തുപ്പുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ലീഗിൻ്റെ പ്രകടനങ്ങളെല്ലാം തന്നെ. സുകുമാരൻ നായർക്ക് നേരെയും വെള്ളാപ്പള്ളി നടേശന് നേരെയും ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ തീർച്ചയായും അത് കേരളത്തിൻ്റെ മറ്റ് ഇതര മതസമൂഹങ്ങൾക്കെതിരെ ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കും, ഞങ്ങളുടെ നിയമമാണ്
നടപ്പിലാകാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ കാൽക്കീഴിൽ ഒതുങ്ങിക്കൂടാം, അല്ലെങ്കിൽ ഇവിടുന്ന് പുറത്തു പോകാം എന്ന തരത്തിലുള്ള ടിപ്പു സുൽത്താൻമാരായിട്ട് മാറിയിരിക്കുകയാണോ ലീഗ്? അല്ലെങ്കിൽ ഔറംഗസേബുമാരായി മാറിയിരിക്കുകയാണ് ലീഗ്? ഇവിടെ ജസിയ കൊടുത്ത് മാത്രമേ കേരളത്തിൽ നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. ആ വാർത്തയ്ക്ക് താഴെ ധാരാളം കമൻറ്റുകൾ ഇത്തരം ഈ ലീഗിൻ്റെ പ്രവണത, മോശമായ പ്രവണതയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള നിരവധി കമൻറ്റുകൾ ഉണ്ടായിരുന്നു. എന്തായാലും ഇതൊരിക്കലും കേരളത്തിൻ്റെ ഒരു പൊതുരാഷ്ട്രീയ ബോധത്തിന് വിലങ്ങുതടിയാകുന്ന ഒരു തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. ഇതെല്ലാം ഇങ്ങനെ മുന്നോട്ട് പോയാൽ തീർച്ചയായും കേരളം മുന്നോട്ട് പോകില്ല, പിന്നോട്ടേ പോവുകയുള്ളൂ. അത്തരത്തിൽ കേരളത്തിൽ ഒരു വലിയ മതധ്രുവീകരണത്തിന് തയ്യാറെടുക്കുകയാണ്, അല്ലെങ്കിൽ മതപരമായ രീതിയിൽ കേരളത്തെ വരിഞ്ഞു മുറുക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് ലീഗ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സമയത്താണ് മുസ്ലിം ലീഗിൻ്റെ UDFൻ്റെ ഒരു വ്യക്തിയാണ് പറഞ്ഞത് SDPI ഒരു മതേതര സംഘടനയാണ് എന്ന്. SDPI എങ്ങനെ മതേതര സംഘടനയാകും എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ഉത്തരമില്ല. തീർച്ചയായും അത്തരത്തിലുള്ള ആൾക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നതെങ്കിൽ അവർക്ക് വളരെ വലിയ രീതിയിൽ ഈ കേരളത്തെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം, പൊതുബോധത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും ഈ സമരമുറകൾ ഒട്ടും തന്നെ ആശാസ്യകരമല്ല. പ്രത്യേകിച്ചും വന്ധ്യവയോധികനായ ശ്രീ സുകുമാരൻ നായർക്കെതിരെ, അതോടൊപ്പം തന്നെ വയോധികനായ പത്മവിഭൂഷൺ നേടിയെടുത്ത വെള്ളാപ്പള്ളി നടേശൻ, ആദരണീയനായ അത്തരത്തിലുള്ളൊരു വ്യക്തിത്വത്തിന് നേരെയാണ് ഇത്തരത്തിലുള്ള കനത്ത മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് മുസ്ലിം ലീഗ് കേരളത്തിൻ്റെ തെരുവീഥികളിലൂടെ നടക്കുന്നത് എന്ന് പറയുമ്പോൾ അത് രാജ്യത്തിനെതിരെ നടത്തുന്ന ഒരു മുദ്രാവാക്യമായിട്ട് മാത്രമേ കണക്കാക്കാൻ കഴിയുകയുള്ളൂ. 1947 അവർ വിളിച്ച മുദ്രാവാക്യമുണ്ടല്ലോ കേരളത്തിൻ്റെ മണ്ണിൽ, പത്തണയ്ക്കൊരു കത്തി വാങ്ങി കുത്തി വാങ്ങി പാകിസ്ഥാൻ, പത്തണയ്ക്കൊരു കത്തി വാങ്ങി കുത്തി വാങ്ങിയ പാകിസ്ഥാൻ. അതായത് 10 അണയ്ക്കുള്ള കത്തി വാങ്ങിയിട്ട് ഞങ്ങൾ പാകിസ്ഥാൻ നേടിയെടുത്തു, പാകിസ്ഥാൻ ലഗേ രഹേ ഹിന്ദുസ്ഥാൻ എന്ന ഡയറക്റ്റ് ആക്ഷൻ ഡേയിൽ വിളിച്ച ജിന്നയുടെ അതേ മുസ്ലിം ലീഗിൻ്റെ ഒരു പുനർജന്മമാണ് ഇപ്പോഴത്തെ മുസ്ലിം ലീഗ് എന്നതാണ് നമുക്ക് കണക്കാക്കേണ്ടത്. ജിന്ന 1905 ഉണ്ടായ ഒരു തരത്തിലുള്ളൊരു ജിന്ന ഒരു മിതവാദി നേതാവായിരുന്നു 1905. ഈ മിതവാദി നേതാവിൽ നിന്ന് പിന്നീട് വർഗീയവാദിയാകുകയും, കടുത്ത വർഗീയവാദിയാകുകയും, തീവ്രവാദിയാകുകയും, ഭീകരവാദിയാകുകയും ചെയ്തതിന് പിന്നിലും കോൺഗ്രസ് തന്നെയാണ് എന്ന് ജിന്ന അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് ഈ ഭീഷണിപ്പെടുത്തുന്നതിനനുസരിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഖിലാഫത്തിൽ ഉൾപ്പെടുത്തു, അലി ബ്രദേഴ്സിനെ, അലി സഹോദരന്മാരെ ഉൾപ്പെടുത്തി. അതിനുശേഷമുള്ള പല മാറ്റങ്ങൾക്കും പല സമയങ്ങളിലും മുസ്ലിം ലീഗിനെ അനുനയിപ്പിക്കുവാൻ വേണ്ടിയിട്ടും അവർക്ക് ഫേവർ ചെയ്തു കൊടുക്കുവാനാണ് അവർ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ജിന്നയ്ക്ക് ഒരു നേതാവായി വരുന്നതിന് ദോസ് ഹു ബിലീവ് ഇൻ ലീഗ് മുസ്ലിം ആൻഡ് ഖുറാൻ, ഇസ്ലാം ആൻഡ് ഖുറാൻ, യു ഷുഡ് വോട്ട് ഫോർ മുസ്ലിം ലീഗ്. നിങ്ങൾ ഖുറാനിലോ മുസ്ലിമിലോ ഇസ്ലാമിലോ ഉമ്മത്തിലോ ഒക്കെ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യണമെന്നായിരുന്നു അന്ന് ജിന്ന അപ്പീൽ ചെയ്തത്. അതനുസരിച്ചാണ് നിരവധിയായിട്ടുള്ള മുസ്ലിങ്ങൾ ജിന്നയ്ക്ക് വോട്ട് ചെയ്തത്, ലീഗിന് വോട്ട് ചെയ്തത്. അതേ താളത്തിൽ അതേ രൂപത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. മതമാണ് പ്രശ്നമെന്ന അത്യധികം വലിയ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയും ലീഗിൻ്റെ ഇപ്പോഴത്തെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് വളരെ വലിയ ഉയർന്ന സ്ട്രൈക്ക് റേറ്റാണ്. അതായത് മത്സരിച്ച ബഹുഭൂരിപക്ഷം മണ്ഡലങ്ങളിലും ലീഗ് വിജയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. മുസ്ലിം ലീഗിൻ്റെ ബെൽറ്റായി മാറുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും അത്തരത്തിലുള്ള രീതികൾ കൂടെ കേരളം പോകുന്നത് ഒട്ടും ആശാസ്യകരമായ കാര്യമേ അല്ല. NSSനെതിരെയും SNDPക്കെതിരെയും വളരെ ദീർഘനാളത്തെ പാരമ്പര്യമുള്ള സംസ്കാരമുള്ള സംഘടനകൾക്ക് നേരെ ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത് ഒട്ടും തന്നെ യോജിക്കുവാൻ കഴിയുന്ന കാര്യമേ അല്ല. അതിൻ്റെ നേതാക്കന്മാരെ ഇത്തരത്തിൽ താറടിച്ച് കാണിക്കുന്നതും ഒട്ടും തന്നെ യോജിക്കാൻ പറ്റുന്നതല്ല. ഇത് തികച്ചും കേരളത്തിൻ്റെ മതേതര മുഖത്തിനേൽക്കുന്ന വലിയ വെല്ലുവിളി തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.